ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഞാൻ ഇന്ന് പീറ്റർ പാൻ കോളർ വെച്ചിട്ടുള്ള ഒരു നെക്ക് ഡിസൈനാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 2 മടക്കി ക്യാൻവാസിൻ്റെ ഒരു വിഡ്ത്തായിട്ട് 7 ഇഞ്ചും ലെങ്ത്തായിട്ട് ഞാൻ ഒരു 10 ഇഞ്ചാണ് എടുത്തത്. ഇത്രയൊന്നും ആവശ്യമില്ല, നമ്മുടെ നെക്ക് വിഡ്ത്തിനും കാട്ടി ഒരു 2-2.5 ഇഞ്ച് എക്സ്ട്രാ മതി. ഇനി നമുക്ക് ഫ്രണ്ട് നെക്കിൻ്റെ ആ ഒരു പാറ്റേൺ ഈ ക്യാൻവാസിലൊന്ന് വരച്ചെടുക്കുക. ഇതേപോലെ നമ്മൾ ഫ്രണ്ട് നെക്ക് വെച്ചതിന് ശേഷം ആ ഷേപ്പ് ഒന്ന് വരച്ചെടുക്കുക. ഇനി നെക്ക് ലൈനിൽ നിന്ന് നമുക്ക് വിഡ്ത്തായിട്ട് ഒരു 2 ഇഞ്ച് 2.5 ഇഞ്ച് വരെ മാർക്ക് ചെയ്യുക. അത് ഇതേപോലെ ചുറ്റും മാർക്ക് ചെയ്ത് ആ പോയിൻറ്റുകൾ തമ്മിലൊന്ന് യോജിപ്പിച്ചെടുക്കുക. ഇനി നെക്കിൻ്റെ സെൻറ്ററിൽ നിന്ന് ഇതേപോലെ ഒരു ഷേപ്പ് കോളർക്ക് കൊടുക്കുക. അവിടെ കൊടുക്കുന്ന ഷേപ്പായിട്ട് നമുക്ക് കോളർക്ക് കിട്ടുക. അങ്ങനെ നമ്മൾ വരച്ചെടുത്ത കോളറിൻ്റെ പീസിലേക്ക് ഇതേപോലെ പിൻ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ നമുക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 2 പീസായിട്ടായിരിക്കും കിട്ടുക. അപ്പോൾ അത് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 2 പീസ് ക്ലോത്തും വേണം. ഞാൻ ഇതേപോലത്തെ ഒരു സ്ക്വയർ പീസ് ക്ലോത്താണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ക്യാൻവാസിൻ്റെ ഗ്ലേസിംഗ് ഉള്ള ഭാഗം വെച്ച് നമുക്കൊന്ന് അയൺ ചെയ്തെടുക്കാം. അതിന് മുമ്പ് ഒന്ന് പിൻ ചെയ്തെടുക്കണം. നമ്മുടെ ക്ലോത്തിൻ്റെ മോശം വശത്തായിക്കണം ക്യാൻവാസ് ഇതേപോലെ ഒട്ടിക്കുന്നത്. ഒരു ബിഗിനർ ആണെങ്കിൽ വളരെ സാവധാനത്തിൽ വേണം ക്യാൻവാസ് അയൺ ചെയ്തെടുക്കാൻ. ഒരു 2-3 തവണ അയൺ ചെയ്തെടുത്താൽ മാത്രമേ അതൊന്ന് സ്റ്റിക്കായി കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മൾ കോളർ ഫിനിഷ് ചെയ്യാൻ 2 ക്ലോത്ത് വേണമെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഒരു ക്ലോത്ത് നമ്മൾ അയൺ ചെയ്തെടുത്ത് നെക്സ്റ്റ് ക്ലോത്ത് നമ്മളിപ്പോൾ അയൺ ചെയ്തെടുത്ത ക്യാൻവാസ് വരുന്ന വിധത്തിൽ, നല്ല വശങ്ങൾ ഒരുമിച്ച് വരുന്ന വിധത്തിൽ ഇതേപോലെ ഫേസ് ടു ഫേസ് വെച്ചുകൊണ്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങി ഇതേപോലെ ഈ ഒരു എൻഡ് വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. മുകളിൽ വേണമെന്ന് നിർബന്ധമില്ല. ഞാൻ ഇതേപോലെയാണ് സ്റ്റിച്ച് ചെയ്തെടുത്തത്. നമ്മുടെ നെക്കിൻ്റെ ഭാഗത്തായിട്ട് സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് പിൻ ചെയ്തെടുക്കാം. കാരണം അടിയിൽ നമ്മളൊരു പീസ് ക്ലോത്ത് വെച്ചിട്ടുണ്ടായിന്, അതൊന്ന് കറക്റ്റ് നിൽക്കാൻ വേണ്ടി ഇതുപോലെ പിൻ ചെയ്യുന്നത് നന്നായിരിക്കും. അങ്ങനെ ഞാൻ ഈ 3 ഭാഗത്തായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇപ്പുറവും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കൊരു 1/4 ഇഞ്ച് ക്ലോത്ത് ചുറ്റും വിട്ടതിന് ശേഷം എക്സ്ട്രാ ഉള്ള പീസ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഇതേപോലെ 1/4 ഇഞ്ച് ചുറ്റും ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക. സെയിം ഇപ്പുറത്തെ ക്യാൻവാസിലും ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക. ശേഷം ഈ കാണുന്ന രീതിയിൽ ക്ലോത്ത് ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക. നമ്മുടെ നെക്കിൻ്റെ ഭാഗത്തായിട്ട് ക്ലോത്ത് വിടേണ്ട ആവശ്യമില്ല, അത് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇതേപോലെ നമ്മൾ നെക്സ്റ്റ് ക്യാൻവാസിലും സെയിം മെത്തേഡിൽ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുത്തതിൽ എക്സ്ട്രാ നമ്മൾ ക്ലോത്ത് വിട്ടിനല്ലോ, അവിടെ ഇതേപോലെ ഒരു ഗ്യാപ്പിൽ നമുക്ക് ചെറിയ ചെറിയ കട്ട്സ് കൊടുക്കുക. നെക്കിനൊക്കെ ചെയ്യുന്നത് പോലെ മുകളിലത്തെ ഭാഗം നമുക്ക് സ്ട്രൈറ്റ് ആയിട്ട് കട്ട് ചെയ്ത് മാറ്റും ചെയ്യാം. എന്നിട്ട് നല്ല വശത്തേക്ക് ഇതേപോലെ ഒന്ന് മറിച്ചിട്ടെടുക്കുക. അപ്പോൾ നമുക്ക് ഇതേപോലെ ഫിനിഷായിട്ട് കിട്ടും. അതിനുശേഷം നമുക്ക് നെക്കിന് വെച്ച് അടിക്കാം. നെക്സ്റ്റ് നെക്കിൻ്റെ നല്ല വശത്തായിട്ട് നമ്മുടെ കോളർ ഇതേപോലെ ഒന്ന് പ്ലേസ് ചെയ്ത് പിൻ ചെയ്ത് വെക്കുക. അതിനുശേഷം ഇതൊന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ജസ്റ്റ് കോളർ നമ്മുടെ നെക്കിൽ നിൽക്കാൻ പാകത്തിലുള്ള സ്റ്റിച്ചിങ് കൊടുത്താൽ മതി. ഒരു 1/4 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നെക്ക് കോളറായിട്ട് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്ക് ഫിനിഷ് ചെയ്യാം. അതിനായിട്ട് നമ്മുടെ ലൈനിങ് ഇതിന് മുകളിലായിട്ടൊന്ന് വെച്ചതിന് ശേഷം നമുക്ക് 1/2 ഇഞ്ചിൽ എത്രയാണോ നമ്മൾ തയ്യൽ തുമ്പ് നെക്കിന് വേണ്ടിയിട്ട് വിട്ടത് അതിനനുസരിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക. നെക്ക് ഞാനിവിടെ തയ്ച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ചെറിയ കട്ട്സ് ഇടുക. ശേഷം നമുക്ക് ലൈനിങ്ങിന് ഒരു പ്രസ് സ്റ്റിച്ച് കൊടുക്കുക. ഇതേപോലെ ഒന്ന് ലൈനിങ്ങിന് മുഴുവനായിട്ടൊരു പ്രസ് സ്റ്റിച്ച് കൊടുക്കുക. അങ്ങനെ ഞാൻ നെക്കിന് ഒരു പ്രസ് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് നല്ല വശത്ത് വെച്ചിട്ട് ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കണം. അതിനായിട്ട് നമുക്ക് കോളർ ഇതേപോലെ മുകളിലോട്ടേക്ക് മാറ്റി താഴെ ഇതേപോലെ ഒരു സ്റ്റിച്ച് ഞാൻ കാണിക്കുന്നത് പോലെ ഒരു സ്റ്റിച്ച് ചെയ്തെടുക്കുക. ആ സ്റ്റിച്ചിങ് കൂടി കഴിഞ്ഞാൽ നമ്മുടെ നെക്ക് കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇതാണ് നമ്മുടെ പീറ്റർ പാൻ നെക്ക്. ജസ്റ്റ് ഒന്നുകൂടി അയൺ ചെയ്തെടുക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണുന്നത് വരെ ടേക്ക് കെയർ.